ഹായ് ഫ്രണ്ട്സ്, ഒരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. വളരെ ദയനീയമായിട്ടുള്ള ഒരു രോഗിയുടെ കഥയാണെന്ന് പറയാനുള്ളത്. സാധാരണ കഥകളിലെല്ലാം എൻ്റെ അടുത്തേക്ക് വരുന്ന പേഷ്യൻസിൻ്റെ കഥകൾ അവരുടെ അനുവാദത്തോടു കൂടിയാണ് ഞാൻ പറയാറുള്ളത്. എന്നാൽ ഇന്ന് പറയുന്ന കഥ രോഗിയുടെ അനുവാദത്തോടു കൂടി തന്നെയാണ്. പക്ഷേ ആ പേഷ്യൻ്റ് എൻ്റെ ചികിത്സയിലേക്ക് വന്നതോ എൻ്റെ ചികിത്സയിലുള്ളോ ആയിട്ടുള്ള രോഗിയല്ല. മറിച്ച് എൻ്റെ കൂട്ടുകാരൻ വീടെടുക്കുന്നുണ്ട്, സ്ഥലം വാങ്ങുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ വീട് എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് എന്നെ ബന്ധപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ അയാളെ പരിചയപ്പെടുന്നത്. കഥയിൽ നമ്മളെല്ലാം അറിയുന്ന പോലെ തന്നെ ഗൾഫിൽ നല്ല ജോലിയായിരുന്നു. അവസാനം കിഡ്നി രോഗം വന്നു. കിട്ടിയതെല്ലാം വിറ്റ് പെറുക്കി കിടപ്പാടം വരെ വിറ്റ് ചികിത്സിക്കേണ്ട അവസ്ഥയിലാണ് അതുണ്ടാവുന്നത്. അങ്ങനെയാണ് എൻ്റെ സുഹൃത്ത് അവിടേക്ക് പോകുന്നതും അത് കാണുന്നതും ആ ദയനീയാവസ്ഥ കണ്ടിട്ടാണ് എന്നെ വിളിക്കുന്നത്. ആ ഒരു കഥയുടെ പശ്ചാത്തലത്തിലാണ് ഇന്ന് നിങ്ങളോട് വീഡിയോ ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, കിഡ്നി രോഗം വേറെ ഏത് രോഗം പോലെയല്ല. ഒന്ന്, കിഡ്നി നശിക്കുകയാണെങ്കിൽ ചികിത്സ ഇല്ല, കിഡ്നി മാറ്റിവെക്കുക എന്നുള്ള ഓപ്ഷൻസ് പോലെയുള്ള പരിമിതമായിട്ടുള്ള ചിലവേറിയ വഴികൾ മാത്രമാണുള്ളത്. എന്നാൽ കിഡ്നി രോഗം എന്നുള്ളത് നമ്മളുടെ നാട്ടിൽ വ്യാപകമായി കൊണ്ടിരിക്കുകയും ചെയ്യാണ്. അമിതവണ്ണമുള്ളവരിൽ, പ്രമേഹം അമിതമായിട്ടുള്ളവരിൽ, പാരമ്പര്യ ഘടകങ്ങളുള്ളവരിൽ, അമിതമായി മരുന്ന് കുടിക്കുന്നവരിൽ, ഭക്ഷണത്തിൽ നിയന്ത്രണങ്ങളില്ലാത്തവരിൽ, BP കൺട്രോൾ ആവാതെ പോലുള്ള കുറേ ലക്ഷണങ്ങളുള്ളവരിൽ, ഇങ്ങനെ കുറേ സിംറ്റംസ് ഉള്ള ആളുകളിൽ ഈ രോഗം വരുമോ എന്നുള്ള പേടിയോടെ ഭീതിയോടെ കാത്തിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ, ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ ജീവിക്കുന്നവരും പാരമ്പര്യമുള്ളവരും ഇത് പേടിക്കുന്നവരുമെല്ലാം നിർബന്ധമായും കുറച്ച് ലക്ഷണങ്ങൾ അറിഞ്ഞിരിക്കണം. ആ ലക്ഷണങ്ങൾ അറിയുകയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ ഇത്തരം സംഗതികളെ നമുക്ക് മാറ്റിയെടുത്ത് സാധാരണ രീതിയിൽ കിഡ്നിയെ പ്രവർത്തിപ്പിക്കാൻ കഴിയും. എൻ്റെ സഹോദരന്മാരെ, വളരെ വൈകാരികമായിട്ട് തന്നെ പറയട്ടെ, ഓരോരുത്തരും കിഡ്നി നശിച്ച് 3/4% പോയിട്ടോ പല ഗ്രേഡിലും എത്തിയിട്ടാണ് ഇത് അറിയുന്നത്. പലരും അപ്പോഴാണ് അയ്യോ ഞങ്ങൾ ഷുഗർ ഇത്ര പ്രശ്നക്കാരനായിരുന്നോ, ഞങ്ങൾ നീരിത്ര പ്രശ്നക്കാരനായിരുന്നോ, എനിക്ക് ഭയങ്കര ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ എൻ്റെ കുട്ടികളെ ആലോചിച്ചിട്ട് അപ്പോൾ ടെസ്റ്റിനൊന്നും പോയില്ല, അതിന് പൈസ കളയണ്ടല്ലോ, ഇതൊരു മടിയൈക്കാരം കരുതിയിട്ട് അധ്വാനിക്കുമായിരുന്നു, എൻ്റെ വായിന്നും മൂക്കുന്നൊക്കെ ഇങ്ങനെ മണം വന്നിരുന്നു, പക്ഷേ ഞാൻ അതൊന്നും ശ്രദ്ധിച്ചില്ല, അതിനൊന്നും നേരം കിട്ടിയില്ല, ഇപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ കിഡ്നി പൊയ്ക്കണു എന്നുള്ളത്. ഇങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് പേര് വന്ന് സങ്കടപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ ഇനി നിങ്ങൾക്കൊരാൾക്കും അങ്ങനെ ഉണ്ടാവരുത് എന്നുള്ളത് കൊണ്ടാണ് കിഡ്നി പോകുന്നതിൻ്റെ, കിഡ്നി നശിക്കുന്നതിൻ്റെ 5 ലക്ഷണങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ ബാസിൽ യൂസുഫ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട്. നമ്മളുടെ കിഡ്നിയുടെ പണി എന്ന് പറയുന്നത് ശരീരത്തിലെ വേസ്റ്റുകൾ മുഴുവൻ ഒഴിവാക്കുക, ഹീമോഗ്ലോബിൻ്റെ പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റുകളുടെ ബാലൻസ്, മൂത്രം ശരിയായ രൂപത്തിൽ ഫോം ചെയ്യുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ്. അപ്പോൾ കിഡ്നിയുടെ പ്രവർത്തനം ഇല്ലാതായാൽ ഇതിലൊക്കെ താളം തെറ്റും. നമ്മളുടെ കണ്ണിലൊരു കരട് വന്നു വരുത്, അല്ലെങ്കിൽ ഒരു കണ്ണിൽ കാഴ്ച മങ്ങിയരുത്, അല്ലെങ്കിൽ ഒരു കണ്ണിൽ നീര് കെട്ടിയരുത്, വേഗത്തിൽ മനസ്സിലാവും. ഒരു കയ്യിൽ മുറിവ് വന്നു വരുത്, അല്ലെങ്കിൽ ഒരു കാലുമേ വേദന ഉണ്ടെന്ന് കരുത്, ആ കാലുകൊണ്ട് നമുക്ക് നടക്കാൻ കഴിയില്ല, മറ്റേ കാലുകൊണ്ട് മാത്രം നടക്കുമ്പോൾ നമുക്ക് വേഗം മനസ്സിലാവും. എന്നാൽ കിഡ്നി അങ്ങനെയല്ല. ഒരു കിഡ്നി പൂർണ്ണമായിട്ടും നശിച്ചാലും മറ്റേ കിഡ്നി ഇവൻ്റെ പണികളൊക്കെ എടുക്കും. ആ കിഡ്നി എല്ലാ പണികളും എടുക്കുന്നത് കൊണ്ട് തന്നെ ഒറ്റയടിക്ക് ഒരു കിഡ്നി നശിച്ച്, അല്ലെങ്കിൽ 1.5 കിഡ്നി നശിച്ച് 1/4 കിഡ്നി 1/2 കിഡ്നിയൊക്കെ ബാക്കിയാവുമ്പോഴാണ് പലരും ലക്ഷണങ്ങൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള അപകട ലക്ഷണങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളുടെ നാട്ടിൽ ആശുപത്രികളിൽ ഡയാലിസിസ് സെൻ്റർ ഒന്നും ഇല്ലാത്ത കാലം ഉണ്ടായിരുന്നു. ഇന്ന് ഓരോ പഞ്ചായത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളിൽ ഇത്തരത്തിൽ എത്ര ഡയാലിസിസ് സെൻ്ററുകളാണ്. നമ്മളൊക്കെ നാട്ടിൽ എത്ര ആളുകളാണ് ഈ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ വളരെ ഗൗരവത്തിൽ തന്നെ ഇതിൻ്റെ പ്രാഥമിക ലക്ഷണങ്ങൾ പറയണം എന്ന് പറയുന്നത്. ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ഇത് പറയുന്നത് നിങ്ങളെ പേടിപ്പിക്കാനല്ല, അനാവശ്യമായിട്ട് ആശുപത്രിക്ക് വരാനല്ല, നിങ്ങളൊരു കാരണവശാലും ആശുപത്രിക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ പ്രധാന ലക്ഷണം എന്നുള്ളത് കിഡ്നിയുടെ പ്രവർത്തനം എന്നുള്ളത് മൂത്രം രൂപപ്പെടുത്തിയിട്ട് ശരീരത്തിലെ വേസ്റ്റുകൾ കളഞ്ഞിട്ട് രക്തത്തിലെ വേസ്റ്റുകൾ നീക്കം ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ അത് ഫെയിലാവുന്ന സമയത്ത് കണ്ണിന് ചുറ്റുമായിട്ട് നീര് കെട്ടും, മുഖത്ത് നീര് കെട്ടും,
കാലിന് നെരിയാണിൻ്റെ പരിസരത്തായിട്ട് നീര് കെട്ടും, ശരീരഭാഗങ്ങളിൽ നീര് കെട്ടും. ഇങ്ങനെ അസാധാരണമായിട്ട് മുഖത്തും കണ്ണിന് ചുറ്റും കാലിലും ഒക്കെ നീര് വരികയും അതിങ്ങനെ അമരുകയും ചെയ്യുകയാണെങ്കിൽ ഉടനെ പേടിക്കണം, അത് സൂക്ഷിക്കണം, അത് ശ്രദ്ധിക്കണം. എന്നാൽ ചിലപ്പോൾ നിങ്ങൾ പന്ത് കളിച്ചു, കൂടെയുള്ള ആളെ കാലുമായിട്ട് തട്ടി, അങ്ങനെ നീര് വരികയാണെങ്കിൽ പേടിക്കണ്ട. അത് സാധാരണ ആ തട്ടിയ കാലുമേ ഉണ്ടാവുള്ളൂ, അപ്പുറത്തുണ്ടാവില്ല. അതല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും കടുന്നൽ പോലുള്ളത് കുത്തി, അങ്ങനെയാണെങ്കിലും നിങ്ങൾ പേടിക്കണ്ട. അത് ഒരു ഭാഗത്തേ ഉണ്ടാവുള്ളൂ, അതിൻ്റെ മറ്റ് ലക്ഷണങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഒരു നീര് വരുമ്പോഴേക്ക് നിങ്ങൾ എന്ത് ചെയ്യണ്ട, പേടിക്കണ്ട. എന്നാൽ ഈ പറഞ്ഞിട്ടുള്ള നീരുണ്ടാവുകയും ഇത് ക്രമേണ കൂടി വരികയും ദിവസം ചെല്ലുന്നതിനനുസരിച്ച് കുറയാതിരിക്കുകയും നിങ്ങളുടെ പാരമ്പര്യത്തിൽ കിഡ്നി രോഗം ഉണ്ടാവുകയോ ഒരു 30 വയസ്സൊക്കെ കഴിയുകയും കുറേ കാലമായിട്ട് ഷുഗർ ഉണ്ടാവുകയും ചെയ്യുകയോ BP എത്ര മരുന്ന് കുടിച്ച് നിയന്ത്രിക്കാതിരിക്കുകയോ ജീവിതശൈലി ശരിയാവാതെ അമിതവണ്ണമുള്ള ആളുകളോ ആണെങ്കിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക, ആ നീര് അപകടകരമാണ്. ഇനി രണ്ടാമത് പറയാനുള്ളത്, നമ്മളുടെ ശരീരത്തിന് ഹെൽത്തിയാക്കി ശരീരത്തിൽ രക്തോട്ടം ശരിക്കും ഉണ്ടാക്കാൻ സഹായകരമായിട്ടുള്ളൊരു സംഗതിയാണ് ഹീമോഗ്ലോബിൻ. ഈ ഹീമോഗ്ലോബിൻ ഇല്ലെങ്കിൽ ഓക്സിജൻ ക്യാരി ചെയ്യാൻ കഴിയില്ല രക്തത്തിന്. ഇതിൻ്റെ പ്രൊഡക്ഷനിലും കിഡ്നിക്ക് ഭയങ്കര റോളുണ്ട്. അങ്ങനെ കിഡ്നി ഫെയിലാവുകയാണെങ്കിൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ കുറയും. അങ്ങനെ പ്രൊഡക്ഷൻ കുറയുമ്പോൾ നല്ല ക്ഷീണം ഉണ്ടാവും, കഥപ്പുണ്ടാവും, ഒരു ഉറങ്ങി തൂങ്ങണ ചേലായിരിക്കും ഉണ്ടാവുക. രാത്രി എത്ര ഉറങ്ങിയാലും ഉറക്കം വരില്ല, പകൽ സമയത്ത് ഉറങ്ങി തൂങ്ങുകയും ചെയ്യും. ഇത്തരത്തിൽ പ്രശ്നങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ കിഡ്നിയുടെ ആരോഗ്യം ഒന്ന് പരിശോധിക്കണം. ഇത് പറയുമ്പോഴും പറയാണ്, ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഉത്തരവാദിത്തം നിങ്ങളെ പേടിപ്പിക്കലല്ല, മനസ്സിലാക്കി തരലാണ്. പലപ്പോഴും ചെറിയ അരിമ്പാറ കാണുമ്പോഴേക്ക് ഇത് ക്യാൻസറാണെന്ന് പറഞ്ഞ ആളുകളെ പേടിപ്പിക്കുന്നതാണ് ഇന്നത്തെ സാഹചര്യം. അതിൽ നിന്ന് വിഭിന്നമായിട്ട് അനാവശ്യമായിട്ടുള്ള പേടി ഒഴിവാക്കിയിട്ടും ആവശ്യമായിട്ടുള്ള വാർണിംഗ് സൈനുകൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ചെയ്യുകയാണെങ്കിൽ, എന്തെങ്കിലും വാർണിംഗ് ലൈറ്റാണ് കത്തണു എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ നമുക്കത് നേരാക്കുക എന്നുള്ളതുകൊണ്ടാണ് പറയുന്നത്. ഒരു ചെറിയ രാത്രി ഇന്നലെ നന്നായിട്ട് പന്ത് കളിച്ചു, അല്ലെങ്കിൽ ഇന്ന് നോമ്പ് നോറ്റിരിക്കുകയാണ്, അല്ലെങ്കിൽ 2 ദിവസമായിട്ട് വേറെന്തോ മരുന്ന് കുടിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യമാണ് എന്നുണ്ടെങ്കിൽ ഒരു ക്ഷീണം വരുമ്പോഴേക്ക് കിഡ്നി രോഗമാണ് പേടിക്കണ്ട. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പാരമ്പര്യത്തിൻ്റെയും ഷുഗറിൻ്റെയും അമിതഭാരത്തിൻ്റെയും ഘടകങ്ങളുണ്ടായിട്ട് ഇങ്ങനെ വരികയാണെങ്കിൽ അതിനെ നന്നായിട്ട് സൂക്ഷിക്കണമെന്നാണ് പറയാനുള്ളത്. മൂന്നാമത്തെ ഘടകമായിട്ട് നമ്മളുടെ മൂത്രത്തിലുള്ള മാറ്റമാണ്. ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ പോവും, മൂത്രം രാത്രിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് എണീക്കും, മൂത്രമൊഴിക്കുമ്പോൾ വേദന ഉണ്ടാവും, ഒരു കലങ്ങിയ ടൈപ്പ് മൂത്രമായിരിക്കും. മൂത്രം പോകുമ്പോൾ അതിൽ ചോര പോലുള്ളത് വരും. മൂത്രത്തിൻ്റെ കോൺസെൻട്രേഷനും കളറും നോക്കിക്കഴിഞ്ഞാൽ എന്തോ ഒരു കലക്കുണ്ട്, ചോര പോലെ ഉണ്ട്, എന്തോ ഒരു മണ്ണിൻ്റെ കളറുണ്ട് എന്നുള്ള രൂപത്തിലൊക്കെ പേഷ്യൻസ് പറയാറുണ്ട്. ഇത്തരത്തിലുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഇനി ഇത് പറയുമ്പോൾ തന്നെ ഷുഗറുള്ള ആളുകളിൽ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഒരു ഷുഗറുള്ള ആൾ ഇത് കേട്ടിട്ട് പേടിച്ച് ബേജാറാവണ്ട, അയ്യോ എൻ്റെ കിഡ്നി പോയോ, എനിക്കിപ്പോൾ തന്നെ പോയോ എന്ന് കരുതണ്ട. ഷുഗറിൽ സ്വാഭാവിക. 50 വയസ്സ് കഴിഞ്ഞാൽ പ്രോസ്റ്റേറ്റിലും അങ്ങനെ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ആ ടെസ്റ്റുകളൊക്കെ നോക്കിയാൽ ഒരു മൂത്രക്കടച്ചിലുണ്ടായാലും ഉണ്ടാവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ പോയി എന്ന് കരുതിയിട്ടും നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഇതങ്ങനെ പേടിക്കേണ്ട വിഷയങ്ങളില്ല. പക്ഷേ ഷുഗറുണ്ട്, പ്രോസ്റ്റേറ്റ് ഇല്ല, മൂത്രക്കടച്ചിലില്ല, കിഡ്നി സ്റ്റോണൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഇത് പേടിക്കേണ്ട സംഗതിയാണ്. ഇനി 4ാമത്തെ വിഷയം, നമ്മളുടെ ശരീരത്തിൽ നന്നായിട്ട് ദുർഗന്ധം വരിക. എങ്ങനത്തെ ദുർഗന്ധം എന്നോ, വായിൽ മൂത്രമായി വരുത്തിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴുകുക, ശ്വാസം വിടുമ്പോൾ പോലും ഒരു മൂത്രത്തിൻ്റെ മണം ഉണ്ടാവുക. അത് ചില പേഷ്യൻസ് പറയുന്നത് തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. മൂത്രത്തിൻ്റെ മണം ഉണ്ടായിരുന്നു, വായിലെന്തോ മൂത്രം ഉണ്ട് എഴുതിയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വായ കഴുകുമായിരുന്നു, ചെറിയ ചുയിങ്കൊക്കെ കഴിക്കുമായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് ടങ് ക്ലീൻ ചെയ്യുമായിരുന്നു. അതിലൊന്നും ശരിയായില്ല. എന്നെ സംസാരിക്കുമ്പോൾ എനിക്ക് തന്നെ ഇങ്ങനെ തോന്നലുണ്ട്. അന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, അങ്ങനെ ഒരു പേഷ്യൻറ്റ് പറഞ്ഞ ഉപ്പുള്ള ഭാര്യ, ഇയാൾക്കിതൊരു തോന്നലാണ്. എനിക്ക് അപ്പം തന്നെ പേടിയായി. ഞാൻ ആ പേഷ്യൻറ്റിനെ ടെസ്റ്റിന് വിട്ടു. കിഡ്നി പ്രയാസം ഉണ്ടായിരുന്നു, ക്രിയാറ്റിനിൻ നന്നായിട്ട് കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. ഇത്തരത്തിൽ വായിൽ ശ്വാസം എടുക്കുമ്പോൾ വിയർപ്പിലൊക്കെ നിങ്ങൾക്ക് സ്മെല്ലിൽ മാറ്റം തോന്നുകയാണെങ്കിൽ അതും സൂക്ഷിക്കേണ്ട കേസാണ്. എന്നാലോ ഒരു പ്രാവശ്യം അങ്ങനെ ഉണ്ട് എന്ന് കരുതിയിട്ട്, അല്ലെങ്കിൽ പലപ്പോഴും ഇത് തോന്നലുകളുടെയൊക്കെ ഭാഗമാവാം. അതല്ലെങ്കിൽ ഒരാൾ ചിലപ്പോൾ മൂത്രമൊഴിച്ച ആ ഭാഗങ്ങളിൽ നിന്ന് വരുമ്പോൾ അത് ചിലപ്പോൾ ഒരു ഹാലൂസിനേഷൻ പോലെയോ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ സെൻസറി ഓർഗൻസ് വർക്ക് ചെയ്യാത്തതിൻ്റെ പേരിലൊക്കെ അത് സംഭവിക്കാം. അങ്ങനെ ആയി ഒരു പ്രാവശ്യം അങ്ങനെ മൂത്രമണം വായിൽ വന്നു എഴുതിയപ്പോഴത്തേന് പേടിക്കണ്ട.
എന്നാൽ സ്ഥിരമായിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അന്ന് ആ ഭാര്യ പറഞ്ഞ പോലെ ഇയാൾക്ക് പിരാന്താണ്, ഇയാൾക്ക് ചെറിയ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാണ് എന്ന് പറയുന്ന പോലെ നിൽക്കരുത്. അന്ന് എനിക്ക് ആ പേഷ്യൻ്റ് അവിടെ നിന്നപ്പോൾ എനിക്കൊരു പേടി കേട്ടോ. കാരണം ഈ ഭാര്യ ഇങ്ങനെ ഒരു തരം പ്രാഗി പറയുന്ന രൂപത്തിലാണ് സംസാരിക്കുന്ന. പേഷ്യൻ്റ് ഇവിടെ ഇരിക്കുകയാണ്, ബൈസ്റ്റാൻഡർ അവിടെ ഇരിക്കുകയാണ്. അതൊന്നുമില്ല ഡോക്ടറെ, അയാൾ അതങ്ങനെ വെറുതെ പറയാണ്, ഒപ്പം നിൽക്കണം എനിക്കങ്ങനെ തോന്നില്ലല്ലോ എന്നൊക്കെ ഭാര്യ പറയുന്നുണ്ട്. ഞാൻ വേഗം എന്ത് ചെയ്തു, പറഞ്ഞയച്ചു. എന്നിട്ട് പറഞ്ഞു മരുന്നും ഫയലും ഞാൻ തന്നെ വാങ്ങി വെച്ചു. കാരണം എന്തെങ്കിലും സാഹചര്യത്തിൽ ഇനിയിപ്പോൾ ഈ ഭാര്യ ചിലപ്പോൾ പറയണം അത് വേണ്ട, അത് ഡോക്ടർ വെറുതെ പറഞ്ഞാണ് നിങ്ങൾ പോയിക്കോളൂ പറഞ്ഞാൽ അവിടെ അത് അറിയാനുള്ളൊരു ചാൻസ് അവിടെ നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നിങ്ങളെ ഫയൽ ഞാൻ തരാം, നിങ്ങൾ പോയിട്ട് വേഗത്തിൽ ടെസ്റ്റ് ചെയ്ത് വരികയെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് വളരെ സങ്കടകരമായിരുന്നു ആ റിപ്പോർട്ട് ഉണ്ടായിരുന്നത്. പക്ഷേ പേഷ്യൻ്റ് രക്ഷപ്പെട്ടപ്പോൾ കുഴപ്പമൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. എങ്കിലും അന്നൊരു വാർണിംഗ് സൈൻ കിട്ടിയപ്പോൾ നമുക്ക് വേഗത്തിൽ മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളതാണ്. ഇതോടൊപ്പമുള്ള കുറച്ച് സിംറ്റംസ് വേറെ ഉണ്ട്. ഒന്ന് BP എത്ര കൺട്രോൾ, എനിക്ക് കൽപ്പറ്റിയെന്നൊരു അനുഭവം ഉണ്ടായിട്ടോ. ഒരു പേഷ്യൻ്റ് വന്നു, BP കൂടുതലായിട്ടാണ് നിൽക്കുന്നത്. ആ പേഷ്യൻ്റ് എന്നോട് പറഞ്ഞ വാക്ക് എന്താ അറിയോ, നമ്മളിത് എത്ര കണ്ടതാ, നിങ്ങൾക്ക് മരുന്ന് തരാൻ പറ്റുമെങ്കിൽ തന്നോളൂ, ഇത് കുറയില്ല, ഞാൻ എല്ലാ മരുന്നും കുടിച്ചതാണ് പറഞ്ഞു. ഞാൻ കോഴ്സ് കഴിഞ്ഞ ഉടനെയുള്ളൊരു അനുഭവമാണ്. അപ്പോൾ എനിക്കൊരു വാശി, നമ്മൾ ആ ഒരു പ്രായത്തിൻ്റെ ഒരു ഇതുണ്ടല്ലോ, എന്നാൽ അങ്ങനെ ഉണ്ടോ, നമുക്ക് മാറ്റിയെടുക്കാൻ ഞാൻ മരുന്ന് കൊടുത്തു. നിങ്ങൾ വൈകുന്നേരം വരെ നമുക്ക് വീണ്ടും ടെസ്റ്റ് ചെയ്യാറുണ്ടോ, ശരിയായില്ല. വൈകുന്നേരം മരുന്ന് കൊടുത്തു, വേറെ പിറ്റേന്ന് വരാൻ ശരിയാവുമെന്ന് പറഞ്ഞു, പിറ്റേന്നും ശരിയായില്ല. പിന്നെ പിറ്റേന്ന് വൈകുന്നേരം വന്നപ്പോൾ എനിക്ക് തോന്നിയത് കിഡ്നിയുമായിട്ട് എന്തോ ബന്ധമുണ്ടല്ലോ. കാരണം അത്രയും മരുന്നുകൾ ഞാൻ ആ ജർമ്മൻ പൊട്ടൻസി മരുന്ന് കൊടുത്തിട്ടാണ് അന്ന് ചെയ്തിരുന്നത്. ഞാൻ ചെയ്തൊരു സാധനത്തിൽ അന്ന് ഞാൻ കോൺഫിഡൻ്റ് ആയിരുന്നു. പക്ഷേ വൈകുന്നേരം എനിക്ക് തോന്നി, അങ്ങനെ ഒരു ടെസ്റ്റ് ചെയ്തപ്പോൾ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചൊരു സംഗതിയാണ്, BP നിയന്ത്രണ വിധേയമായിട്ടില്ലെങ്കിൽ നമ്മൾ മരുന്ന് കൊടുത്തത് ശരിയല്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇങ്ങനെയും ചിന്തിക്കണം എന്നുള്ളത്. വേറെ ചില ആളുകളിൽ കണ്ടിട്ടുണ്ട്, ഓക്കാനുണ്ടാവും, ഛർദി ഉണ്ടാവും, വിശപ്പ് തീരെ ഉണ്ടാവില്ല. അപ്പോൾ ആളുകൾ പറയും ഓന് നന്നായിട്ട് ക്ഷീണമുണ്ട്, ഭക്ഷണം കഴിക്കായിട്ടാണ്, ഒന്നും തിന്നായിട്ടാണ് അറിയും, എന്നിട്ട് തൊള്ളയിൽ കൂടെയൊക്കെ മണം വരുന്നുണ്ട് അറിയും. ഇങ്ങനെയുള്ളൊരു വിഷയം കാണാറുണ്ട്. അതുപോലെ തന്നെ കാണുന്ന മറ്റൊരു സംഗതിയാണ് സ്കിന്ന് ഡ്രൈ ആയിട്ടുണ്ടാവും. ഇത് പറയുമ്പോൾ ചൂടുകാലമാണ് വരുന്നത്, സ്കിന്ന് ചിലപ്പോൾ ഡ്രൈ ആയിട്ട്, ചിലപ്പോൾ ഡെർമറ്റൈറ്റിസ് അല്ലെങ്കിൽ അലർജി ഇങ്ങനത്തെയൊക്കെ എക്സിമയൊക്കെ ഉണ്ടാകുന്ന ആളുകളിലൊക്കെ സ്കിൻ പ്രോബ്ലം വരുമ്പോഴത്തേക്ക് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതോടൊപ്പം സ്കിന്ന് വരണ്ട് ഉണങ്ങുകയാണെങ്കിലാണ് പേടിക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞത് എന്തിനാണ് പറഞ്ഞാൽ, നാളെ നമ്മളെ നാട്ടിലൊരു കിഡ്നി രോഗി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നാളെ നമുക്ക് വേണ്ടിയിട്ട് നമ്മളുടെ സഹോദരന്മാർ, സഹപ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ പിരിവെടുക്കേണ്ടി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നത്തെ കാലത്ത് കിഡ്നിക്ക് വേണ്ട അത്ര ചികിത്സ ഇല്ല എന്ന് പരിതപിക്കുകയല്ല വേണ്ടത്. ഇതൊക്കെ കണ്ടെത്താൻ നേരത്തെ തന്നെ ചില ലക്ഷണങ്ങൾ അറിഞ്ഞിരുന്നാൽ പറ്റും. അപ്പോൾ ഇത് ശരിക്കും മനസ്സിലാക്കുക. ഒപ്പം മനസ്സിലാക്കേണ്ടത്, ഇത് കണ്ട് പേടിച്ച് ബേജാറാവുകയല്ല വേണ്ടത്. ഇത് കണ്ട് കൃത്യമായി രോഗനിർണയം നടത്തുക. ക്രിയാറ്റിനിൻ പോലെയുള്ള GFR നമ്മളുടെ കിഡ്നിയുടെ ഫിൽട്രേഷൻ റേറ്റ് എത്ര ഉണ്ട് എന്നുള്ള പോലെയുള്ള യൂറിയ ക്രിയാറ്റിനിൻ പോലെയുള്ള ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് അത് ചെയ്യാം. അത് ചെറുത് കാണുമ്പോൾ തന്നെ നിങ്ങൾ പേടിക്കണ്ട. പക്ഷേ നിങ്ങൾ ഗൗരവമാക്കാതിരുന്ന് അത് എൻ്റെ BP എത്രയായാലും കുറയില്ല, എനിക്ക് അതൊന്നൊരു പ്രശ്നമല്ല എന്ന് പറയാതെ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഒരൊറ്റ സന്തോഷം കൂടിയാണ് ഉള്ളത്. ആ ഒരു പേഷ്യൻ്റ് കിഡ്നി രോഗങ്ങൾ ഏതാണ്ട് പ്രയാസത്തിലായിരുന്നു, സ്ഥലം വിൽക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ പേഷ്യൻ്റ് ഒരു പരിധിവരെ സന്തോഷത്തിലാണുള്ളത്. അവരുടെ കൂടെ അനുവാദത്തോട് കൂടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അന്ന് അങ്ങനെ ഒരു സ്ഥലം വാങ്ങി എൻ്റെ സുഹൃത്ത് വാങ്ങിയിട്ടില്ല, പക്ഷേ അവരിപ്പോഴും ആ വീട്ടിൽ തന്നെ താമസിക്കുകയും സന്തോഷകരമായിട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും ഇനി അത്തരത്തിലുള്ളൊരു പ്രയാസമോ പരീക്ഷണമോ ആർക്കും വരാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അത് വേണ്ടിയിട്ട് നമ്മൾക്ക് ഇത്തരത്തിലുള്ള മുൻകരുതലുകൾ ചെയ്യാം. സ്നേഹത്തോടെ ഡോക്ടർ ബാസിൽ യൂസുഫ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട്.